നോക്കി നിങ്ങളെ കുട്ടികൾക്കൊന്ന് ചോറ് എടുത്തു കൊടുക്കും. എനിക്ക് ഭയങ്കര ക്ഷീണം. ആ എന്നാ ഒരു പ്രസവിക്കരുത്. ആ എന്തേ ഒന്നുകൊണ്ട് വരി. എന്റെ അടിവയറ്റിൽ കൂടെ അങ്ങനെ വേദന. നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ? അല്ല, ശരിക്കും പ്രസവവേദന തന്നെയാണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന എന്ന് പറയണല്ലേ? ഇത് ശരിക്കും പ്രസവ വേദന തന്നെയാണ്. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോണം. എപ്പോഴും കുഴക്കന്നെ. നമുക്ക് പോകേ. മക്കളെ ഒക്കെ ഭക്ഷണം കഴിച്ചാണി, എന്നിട്ട് ഉമ്മച്ചിനെയും കൊണ്ട് പോണം. ഒരു കുഞ്ഞിക്കാലല്ലേ കളം തീർത്തു മണ്ണിൽ നറുവെണ്ണക്കുടമല്ലേ ഉടയ്ക്കുന്നു കള്ളൻ. ആട്ടുതൊട്ടിൽ പാട്ടുമോളി കൂട്ടിരിക്കാം കുഞ്ഞാവേ, നെഞ്ചിനകത്തു കിടന്നുറങ്ങുമായ പൊന്മൈനീ. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം, ഇങ്കുതരാൻ മേലെ തങ്കനിലാക്കിണ്ണം. കുനുകുനിൻ ചെറുമറുകിൽ ചാർത്താൻ ചന്ദനം, പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ട. മോളെ ഇന്ന് താത്ത പോവാട്ടോ. ഇനി നാളെ വരാം ഇൻഷാ അല്ലാ. പോയിട്ടോ. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ താത്ത. ആ ഞാൻ പോവാട്ടോ മോനെ. എന്നാല് ആ താത്തയെ കഴിഞ്ഞോ? ഇപ്പം തന്നെ പോവാ? എത്ര ഇപ്പം നിങ്ങളെ കൂലി? കൂലി 40,000 അല്ല, നിങ്ങൾക്ക് ഒന്നായിട്ട് ഒപ്പം വേണോ അതോ അന്നത്തെ ദിവസം വേണോ? ദിവസക്കൂലിയോ വേണ്ടി അങ്ങനെ തരാം, അല്ലെങ്കിൽ മാസം ഒന്നായിട്ട് ഒപ്പം വേണമെങ്കിൽ അത് തരാം. നിങ്ങളെ ഇഷ്ടം. അത് ഒന്നായിട്ട് തന്നാലും മതി, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോ തന്നാലും മതി കേട്ടോ. എന്നാ താത്ത പോവാട്ടോ. അസ്സലാമു അലൈക്കും. ആ താത്തേ, നേരം വൈകിയവനെ വിശക്കണുണ്ടാവൂലേ? താത്ത വേഗം ആക്കി തരാം. ആ വിശക്കുന്നൊന്നുമില്ല. ഓർക്ക് ഞാൻ മുട്ടയും നേന്ത്രപ്പയൊക്കെ പീങ്ങി കൊടുത്തിണ്. ഞങ്ങളെ കുട്ടികളൊക്കെ തിന്നാണ്, കുഴപ്പമൊന്നുമില്ല. മോളെ ഞാൻ വന്നിക്കണ കേട്ടോ. മോളെ രാത്രി ഉറങ്ങീനോ കുട്ടി? ഉറങ്ങീനി. ഇന്നലെ രാത്രി ഉറങ്ങീനി. ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലേ? ഞാൻ അടുക്കളയിൽ പോയി നോക്കട്ടെ കേട്ടോ. ഇപ്പൊ വരട്ടോ ഞോ. ചായയോ? ആയിക്കണോ മക്കളെ? സ്കൂൾക്ക് പോകാനാണ്. അപ്പൊ തരട്ടോ. താത്ത, നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുവന്നാക്കിയല്ലേ, അതാരാ? നിങ്ങൾ മോളാണോ? അത് മോള്. ഓളെന്നെ കൊണ്ടുവന്നാക്കലും കൊണ്ടാലൊക്കെ തന്നെ. എത്ര മക്കളാ നിങ്ങൾക്ക്? എനിക്ക് 2 കുട്ടികളാ, ഒരാണും ഒരു പെണ്ണും. മറ്റവൻ പഠിച്ചാണേ, ഓനും കല്യാണം കഴിച്ചാനൊക്കെ അയക്കണ്. ഒന്നുമില്ല. അല്ല, ഓളെ കല്യാണം കഴിയണോ? ഇല്ലേ. അതെന്താ? ഓള് പഠിക്കുക അപ്പം? അല്ലേ, പഠിത്തമൊക്കെ കഴിഞ്ഞിക്കണ്. ഇപ്പൊ ചെറിയൊരു ജോലി ഉണ്ട്. കല്യാണം കഴിക്കാനേ ഓക്ക് ഇന്നെ ഒറ്റക്കാക്കി കാണ്ട് ഓള് വേറെ പെരേക്ക് പോകൂല എന്നാ പറയുന്നത്. പിന്നെ ഇപ്പം നമ്മളെ വീട്ടില് നിൽക്കാൻ പറ്റിയ സൈസ് പുതിയാപ്പിളാരുണ്ടാവുമല്ലോ, പുതിയാപ്പിളാര്, ഓലൊക്കെ കിട്ടിയാലൊന്ന് കെട്ടിച്ചേനി. എന്നാ ഓക്ക് എൻ്റെ അടുത്തുനിന്ന് പോവും വേണ്ട. കാണാനൊക്കെ അങ്ങനെ വരും, പിന്നെ ഒക്കെ മുടങ്ങും ചെയ്യും. ഓളെ കല്യാണം കഴിഞ്ഞിട്ട് ഓക്കൊരു പുതിയാപ്പിളിനെ കിട്ടിയിട്ട് മോന് കല്യാണം കഴിക്കോളൂ എന്നും പറഞ്ഞു ഓനും നിൽക്കണ്. ഒരു കല്യാണം ഉറച്ച പോലെ ആയി, പിന്നെ അതും മുടങ്ങി. എങ്ങനെ മുടങ്ങി? ഇമ്മ ബ്രോക്കറെ വിളിച്ചു. ഓൽക്ക് കല്യാണത്തിന് താല്പര്യമില്ലല്ലോ. പടച്ചോനെ, അതിപ്പോ എന്തേ? സംസാരിക്കാൻ കഴിയാത്ത കുട്ടീനെ ഓൽക്ക് വേണ്ടെന്നാ പറഞ്ഞത്.
നമ്മൾ പറഞ്ഞിക്കണല്ലോ സംസാരിക്കാൻ കഴിയൂല ഒക്കെ എന്നുള്ള കാര്യമൊക്കെ. ആ പെണ്ണുങ്ങൾ വന്നേലേ ഓന്റെ അമ്മായിന്റെ കുട്ടിക്കറ്റ് പറ്റിയില്ലല്ലോ. ആ എൻ്റെ കുട്ടിക്ക് പഠിച്ചോൻ്റെ വീതി ഉണ്ടാകുമ്പോൾ നടന്നോളും. അല്ലാത്തപ്പം നമ്മൾ പറയണേ. എന്താ ഞങ്ങള് പറയണത് എന്നോ? ആ ഒന്നുമില്ലേടി, നമുക്ക് വന്ന കല്യാണത്തിന് ഓൽക്ക് താല്പര്യമില്ല എന്നാണ്ട് ബ്രോക്കറെ വിളിച്ചു. എന്ത് ആ കല്യാണം എനിക്ക് ഇഷ്ടായില്ലെന്നോ? കുള്ളനാണ് അയാളെന്നോ? എന്റെ പെങ്ങളുട്ടിക്ക് അതിലും നല്ല രാജകുമാരനെ കിട്ടൂട്ടോ. നോളോളിച്ചണ്ട കണ്ണീര് നിർത്തിയാളി. അങ്ങനെയൊക്കെ പറഞ്ഞാലും വലിയ സങ്കടം ഇനിയൊക്കെ അന്നൊക്കെ. ഓളെ പോരായ്മയൊക്കെ അറിഞ്ഞുകൊണ്ട് ഇനി അയാള് വന്നീനിയതൊക്കെ കാണാൻ. സംസാരിക്കാൻ ഓക്ക് കഴിയൂലെന്നുള്ളൂ, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഓള് ചെയ്യും, എല്ലാം അറിയും ചെയ്യും. ആ എന്താപ്പ ചെയ്യണ്, പഠിച്ചോൻ്റെ വിധി എടുക്കുമ്പോൾ ഒക്കെ ശരിയായിക്കോളും. ഓള് ഇങ്ങോട്ട് പോരണം കുട്ടീനെ കാണാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നോട്. ഓക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടാ. എന്നാ ഓളോണ്ട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞൂടെ? നാളെ ഇങ്ങോട്ട് കയറ്റി വേണ്ടിട്ടോ, നാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്ടി. ആ ഞാൻ പറയണ്ട്. അള്ളള്ള പച്ചോണെ, ഇനി താത്ത പോവാട്ടോ. ഇവിടെ കന്നോളിട്ടോ അമ്മച്ചിന്റെ അടുത്ത്. അള്ളള്ള കന്നോളിട്ടാ. തിങ്കളാഴ്ച പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, തമ്മിൽ കണ്ടത് ബുധനാഴ്ച, നോക്കി നിന്നത് വ്യാഴാഴ്ച, നീ ചിരിച്ചത് വെള്ളിയാഴ്ച, കൂടെ വന്നത് ശനിയാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കട കാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കട കാഴ്ച. ആ ഓള് കുളിച്ചാൻ കയറിയിരിക്കണ്. ഞാനേ കുട്ടീനൊന്ന് വെയിലാട്ടാൻ വേണ്ടിയാണ് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. കൊറേ ദിവസമായി ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കണേ. നിങ്ങക്ക് ഇഞ്ഞ അറിയില്ലേ? ആ പറയാ, അതല്ല, നിങ്ങളെ കുട്ടീനെ ഞാൻ കിട്ടിയാലോ? എനിക്ക് കെട്ടിച്ചു തരുമോ? എന്താ മോനെ ജി പറയണത്? അൻ്റെ 6ാമത്തെ കുട്ടി എൻ്റെ ഈ കജിലുള്ളത്. ഓള് കുളിച്ചാൻ പോയത് ഭാഗ്യം. ഓൾ ആ കുട്ടിയറ്റെ കേട്ടണമെങ്കിൽ എത്തിന് നന്ന്. ജി ആലോചിച്ചിട്ട് തന്നെയാണോ ഈ ചോദിക്കണതൊക്കെ? ഞാനിതൊക്കെ ആലോചിച്ചാണ്ട് തന്നെയാണ് ചോദിക്കണേ. നിങ്ങൾക്കറിയില്ല ഓളെ കാര്യം. വർഷം ഇങ്ങനെ പ്രസവിക്കുകയാണ്. പിന്നെ ക്ഷീണം, പിന്നെയും പറയും ക്ഷീണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി, പിന്നെ കടുത്തം. ഈ തിരമാല ഉണ്ട്, 2 തിരമാല ഉണ്ടാവും. ഒരു തിരമാല ഇങ്ങനെ പോകുമ്പോ
മറ്റേ തിരമാല ഇങ്ങോട്ട് കയറി. ചെറിയ തിരമാല പോവുക, വലിയ തിരമാല വരിക. അതേപോലെ കുട്ടി ഉണ്ടാകുക, പ്രസവിക്കുക, കടുക്കുക, കുട്ടി ഉണ്ടാകുക, ഇതന്നെ പണി. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതൊക്കെ ഇപ്പൊ അനക്കും വേണ്ടിയിട്ട് തന്നെ അല്ലേ, അല്ലാതെ ഇപ്പൊ ഓളൊറ്റക്ക് അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റുമോ ഇപ്പൊ എല്ലാത്തിനും? കുറ്റം പറയൊന്നുമല്ല താത്ത, നിങ്ങൾക്കൊരു വീട്ടു പുതിയാപ്പണ്ണല്ലേ വേണ്ടി, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ഞാൻ ഓളെ കെട്ടിയാൽ നിങ്ങളെ കഷ്ടപ്പാടൊക്കെ തീരും. പിന്നെ പൈസ ആണെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളെ കുട്ടീനെയൊക്കെ നോക്കാലും നിങ്ങൾക്കൊരു വീട് ആണെങ്കിൽ എടുത്തു തരാനും എൻ്റെ പൈസ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കേ. നിങ്ങളെ കാലശേഷവും ഓള് സുഖമായിട്ട് ജീവിക്കും, അത് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. പടച്ചോനെ, കഴിച്ചിട്ടറ്റ ഇറക്കാനും വയ്യ, മധുരിച്ചിട്ടറ്റ തുപ്പാനും വയ്യാറുന്ന അവസ്ഥയല്ല ഇപ്പോൾ. പിന്നെ ഇതൊന്നും ഓളോണ്ട് പറയണ്ട, ഞാൻ കൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഓക്ക് അത് കേട്ടാണ്ടല്ലോ ഓളിപ്പം നീച്ച് ഓടൽ തുടങ്ങും. ഏത് പെണ്ണിനും പറ്റൂലല്ലോ അപ്പം നമ്മൾ വേറെ പെണ്ണിട്ടെന്ന് അറിഞ്ഞാൽ. അപ്പം നിങ്ങളോണ്ടൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ പോയിട്ടൊന്ന് ആലോചിക്കുക വീട്ടിൽ നിന്ന്, മോളോണ്ടൊന്ന് ചോദിച്ചാളേ. എന്നായിക്കോട്ടെ. പിന്നെ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വേറെ ആരോട് പറയണ്ട. അല്ല മോനെ, ഓക്ക് സംസാരിക്കാൻ കഴിയൂലെന്ന് എനിക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാം, സംസാരിക്കണ ഒന്ന് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളെത്തി ആലോചിക്കണേ, ആക്കെ പെരയെ പോയിട്ട് ചെയ്യേ. പിന്നെ ഇത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരാതെ നിൽക്കരുത് കേട്ടോ. ഇത് വെറുതെ നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞൊരു കാര്യം, അത്രേ ഉള്ളൂ. എങ്ങനെ ഇപ്പം അവളോടൊന്ന് പറയാം, സമ്മതിച്ചു ആവും. മോളെ, ഇമ്മാന്റെ കുട്ടിക്ക് ഒരു കല്യാണാലോചന. ഇമ്മ പണിക്ക് പോണ വീട്ടിലത്തെ കാക്കല്ലേ, അപ്പൊ പ്രസവിച്ചെടുക്കി അവിടെ പോയില്ലേ. കുഞ്ഞാള് കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് കഴിച്ചില്ലാവും. ഉമ്മാക്ക് എന്നാ അങ്ങനെ വേലക്ക് നടക്കണ്ട ഒക്കെ പറഞ്ഞേനെ അവനെ. പേരില്ല രാജ്യത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര. ആരോരും കാണാതിന്നരികെ വരാമോ, അരികിൽ ഞാൻ വന്നാൽ ഇന്നെന്ത് തരും നീ?